ബൽറാം, ഡൽഹിയിൽ നിന്ന് ദേശീയ വാർത്തകൾ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? ക്രിസ്റ്റീന, ഡൽഹിയിൽ ദീപാവലിക്ക് ശേഷം കഴിഞ്ഞ 4 ദിവസമായി ശക്തമായ വായുമലിനീകരണമാണ്. അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ് ഉള്ളത്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഒപ്പം തന്നെ ഈ വായു ഗുണനിലവാര നിരക്ക് കഴിഞ്ഞ 4 ദിവസമായി 350 അടുത്താണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ഒരുക്കങ്ങൾ ഡൽഹി സർക്കാർ നേരത്തെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ അതിനുള്ള തുടർ നടപടികളിലേക്ക് ഈ 2 ദിവസത്തിനകം കടക്കും എന്നാണ് ഡൽഹി സർക്കാർ അറിയിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കൃത്രിമ മഴയ്ക്ക് മറ്റ് സാങ്കേതിക സാഹചര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അനുമതി ഇതിന് ആവശ്യമാണ്. എന്നാൽ നിലവിലിപ്പോൾ ഡൽഹിയുടെ ആകാശത്ത് മേഘങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്ലൗഡ് സീഡിംഗ് എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നു. മറ്റ് പോംവഴികൾ എന്താ എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് ഡൽഹി സർക്കാർ. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികളിലേക്ക് ഡൽഹി സർക്കാർ കടക്കും. ഒപ്പം മറ്റ് CPIയുടെ നേതൃയോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളും ഇന്ന് ഡൽഹിയിൽ നിന്നും CPIഎമ്മിൽ നിന്നും CPIയിൽ നിന്നും ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ത്രിപുരയിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി CPIഎമ്മിന്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ബൽറാം നെടുങ്ങാടിയാണ് ദേശീയ വാർത്തകളുടെ ഒരു സമഗ്ര വിശകലനം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.